നമസ്കാരം. അതിവേഗ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഖില രവീന്ദ്രൻ. നോക്കാം 100 വാർത്തകൾ അതിവേഗത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കെ പി ശങ്കർദാസിനെ ICUവിലെത്തി അറസ്റ്റ് ചെയ്ത SIT അസാധാരണ നടപടി. ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനത്തിന് പിന്നാലെ ജഡ്ജി ആശുപത്രിയിലെത്തി തുടർ നടപടികൾ സ്വീകരിക്കും. ദേവസ്വം ബോർഡ് മുൻ അംഗമായ ശങ്കർദാസ് കേസിൽ 11ാം പ്രതി. ശബരിമല മകരവിളക്കിന്റെ ദർശന പുണ്യത്തെ ഹൃദയത്തിൽ ആവാഹിച്ച് ഭക്തലക്ഷങ്ങൾ. കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതിയുടെ ശോഭ. അയ്യന് തിരുവാഭരണം ചാർത്തി ദീപാരാധന. ശരണമന്ത്രങ്ങളുടെ ആത്മസായുജ്യവുമായി തീർത്ഥാടകർക്കിനി മടക്കം. UDF-ലേക്ക് കൂറുമാറുമെന്ന അഭ്യൂഹം പാടെ തള്ളി ജോസ് കെ മാണി. ഇടതു മുന്നണിയിൽ ഉറച്ചു നിൽക്കും. LDF മധ്യമേഖലാ ജാഥ താൻ തന്നെ നയിക്കും. കേരള കോൺഗ്രസ് എവിടെയോ അവർ കേരളം ഭരിക്കും. സോണിയാഗാന്ധി ചർച്ച നടത്തിയെന്ന വാർത്തയും നിഷേധിച്ച് ജോസ് കെ മാണി. കണ്ണൂരിലെ മുതിർന്ന CPIM നേതാവ് CKP പത്മനാഭൻ അതൃപ്തിയിൽ. കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ കെ സുധാകരന്റെ ചരടുവലി. കോൺഗ്രസിലേക്കില്ലെന്ന് CKP. പാർട്ടിയോട് മതിപ്പും വിമർശനവുമുണ്ടെന്ന് വിശദീകരണം. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് SIT തെളിവെടുപ്പ്. ക്ലബ് 7 ഹോട്ടലിലെ 408-ാം നമ്പർ മുറി കാട്ടി പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിൽ എത്തിയെന്ന് സംബന്ധിച്ച് രാഹുൽ. കസ്റ്റഡിയിലെടുത്ത ഫോണുകളുടെ പാസ്വേഡ് കൈമാറാതെ നിസ്സഹകരണം. രാഹുലിന്റെ വീട്ടിലും പരിശോധന. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് പരാതി. DK മുരളി MLA ആണ് പരാതി നൽകിയത്. ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ വിഷയം പരിഗണിക്കണമെന്ന ആവശ്യം. എത്തിക്സ് കമ്മിറ്റിക്ക് വിടണോ എന്ന് സ്പീക്കർ തീരുമാനിക്കും. കൗമാര കലാമാമാങ്കത്തിന്റെ ആരവത്തിൽ ശക്തന്റെ തട്ടകം. 24 വേദികളും ഉണർന്നു. ആദ്യ ദിനത്തിൽ ഗ്ലാമ ഇനങ്ങളായ ഒപ്പനയും സംഘനൃത്തവും വേദിയിൽ. സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി. സമഗ്ര കവറേജുമായി ന്യൂസ് മലയാളം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വേദിയിലിരുത്തിയ അസഹിഷ്ണുതാവാദികൾക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. സിനിമയിൽ ജാനകിയെന്നും സീതയെന്നും പേരിട്ടാൽ വർഗീയവാദികൾ പ്രശ്നമുണ്ടാക്കുന്നു. പരിഷ്കൃതരാകുന്ന മറ്റ് മതസ്ഥരുടെ സംസ്കാരങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോൾ രാഷ്ട്രീയ വിവാദത്തിന് മറുപടി പറയാനുള്ള വേദിയല്ല ഇതെന്ന് സുരേഷ് ഗോപിയുടെ തിരിച്ചടി. സുരേഷ് ഗോപിക്ക് താമര നൽകി സ്വീകരിച്ച് BJP പ്രവർത്തകർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. തൊണ്ടി മുതൽ കണ്ടെടുക്കാനുണ്ട് എന്ന SITയുടെ വാദം അംഗീകരിച്ചു കോടതി. റിമാൻഡിലായിട്ട് 90 ദിവസമായെന്ന് കോടതിയിൽ വീണ്ടും വാദിച്ച് പോറ്റി. അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് എതിരെ KPCCക്ക് പരാതി നൽകി. മാങ്കൂട്ടത്തിൽ കേസിലെ പരാതിക്കാരി വ്യക്തിഹത്യ നടത്തി വീഡിയോ ചെയ്തെന്ന് പരാതി. സൈബർ അക്രമികളെ പാർട്ടി നിയന്ത്രിക്കണമെന്നും ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യത്തിനില്ലെന്ന് TVK. പ്രത്യയശാസ്ത്ര നിലപാടിൽ മാറ്റമില്ലെന്ന് ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാർ. പ്രതികരണം ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വിജയ് ചെന്നൈയിലെത്തിയതിന് പിന്നാലെ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങാൻ നടി ഗൗതമി. രാജപാളയത്ത് നിന്ന് ജനവിധി തേടണമെന്ന ആഗ്രഹം DMK അറിയിച്ചു. വർഷങ്ങളായുള്ള ആഗ്രഹം പാർട്ടി നിറവേറ്റുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗൗതമി. കോൺഗ്രസിലേക്ക് കൂടുമാറിയ ആയിഷ പോറ്റിയെ കടന്നാക്രമിച്ച CPIM. ആയിഷ വർഗ വഞ്ചകിയെന്ന് തോമസ് ഐസക്. പാർട്ടിയിൽ അവഗണന ഉണ്ടായിട്ടില്ലെന്ന് MA ബേബി. വിമർശിക്കുന്നവർ P സരിനെയും ശോഭ ജോർജിനെയും ഓർക്കണമെന്ന് ആയിഷ പോറ്റിയുടെ മറുപടി. പാലക്കാട് ചിറ്റൂരിൽ ബന്ധുവിന്റെ കുത്തേറ്റ് യുവാവ് മരിച്ചു. പൊൽപ്പുള്ളി സ്വദേശി ശരത്താണ് മരിച്ചത്. വേർക്കോലി സ്വദേശി പ്രമോദിനെ പോലീസ് പിടികൂടി. കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം. കണ്ണൂരിൽ നിരോധിത ലഹരി വസ്തുവുമായി യുവതി. എക്സൈസ് പിടിയിലായി. പാപ്പിനിശ്ശേരി 5-ാം പീടിക സ്വദേശിനി A ഷിൽനെയാണ് മെത്താഫെറ്റമിനുമായി പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലഹരി കണ്ടെത്തിയത്. കണ്ണൂർ കൂത്തുപറമ്പിൽ BJP RS പതാകകളും ബോർഡുകളും നശിപ്പിച്ചതിൽ CPIM പ്രവർത്തകനെതിരെ കേസ്. മാങ്ങാട്ടിടം കണ്ടേരിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഷിഗിൻ കാരായ്ക്കെതിരെ കൂത്തുപറമ്പ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. പാലക്കാട് മണ്ണാർക്കാട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ATM കൗണ്ടർ തകർത്ത നിലയിൽ. ATM കൗണ്ടറിന്റെ വാതിൽ കല്ലുകൊണ്ട് എറിഞ്ഞു തകർത്ത നിലയിലാണ്. മോഷണ ശ്രമമാണോ എന്ന് വ്യക്തമല്ല. പോലീസ് അന്വേഷണം തുടങ്ങി. കണ്ണൂർ ബർണശ്ശേരിയിലെ വീടിന്റെ വരാന്തയിൽ നിർത്തിയിട്ട ബൈക്ക് കത്തിച്ച കേസിലെ പ്രതിയെ പിടികൂടി. ബർണശ്ശേരി സ്വദേശി ജിഷാന്ത് ജോൺ ഫെർണാണ്ടസ് ആണ് പിടിയിലായത്. മുൻ വൈരാഗ്യമാണ് കൃത്യത്തിന് കാരണമെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു.
കോഴിക്കോട് കളംപാട്ടുത്സവത്തിന് കൊണ്ടുവന്ന ആന ചരിഞ്ഞു. ബാലുശ്ശേരി സ്വദേശി പ്രഭാകരന്റെ ഉടമസ്ഥതയിലുള്ള ബാലുശ്ശേരി ഗജേന്ദ്രനാണ് ചരിഞ്ഞത്. ആനയെ കടലുണ്ടി കോട്ടക്കടവ് നിറം കൈത കോട്ടയിൽ ക്ഷേത്രത്തിൽ കളംപാട്ടുത്സവത്തിന് എത്തിച്ചതായിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് അപകടം. കണ്ണൂരിൽ നിന്ന് ചെങ്കല്ലുമായി കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടി ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിനെതിരെ അതിജീവിതയുടെ അഭിഭാഷക ടി വി മിനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി. തനിക്കെതിരെ കോടതി മുറിയിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ ജഡ്ജിക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കൊച്ചി ബിനാലെ ഫൗണ്ടേഷനിൽ നിന്ന് ബോസ് കൃഷ്ണമാചാരി രാജിവെച്ചു. കൊച്ചി മുസിരീസ് ബിനാലെയുടെ പ്രസിഡന്റും ഫൗണ്ടേഷൻ ട്രസ്റ്റ് അംഗവുമായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്ക് പിന്നിലെന്ന് ബിനാലെ ഫൗണ്ടേഷൻ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടന്ന 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവും ബി.ജെ.പിക്ക്. സ്വതന്ത്രൻ പാറ്റു രാധാകൃഷ്ണൻ ബി.ജെ.പി പിന്തുണയോടെ നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരമന അജിത്താണ്. നേമം വാർഡ് കൗൺസിലർ എം.ആർ. ഗോപനാണ്. ആരോഗ്യകാര്യ സ്ഥിരം കമ്മിറ്റി അധ്യക്ഷൻ യു.ഡി.എഫ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കൊല്ലത്ത് മുഖ്യമന്ത്രിക്ക് നേരെ യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം. ആശ്രമ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ചിന്നക്കടയിലേക്ക് പോകും വഴിയായിരുന്നു പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. ശബരിമല സ്വർണ്ണക്കള്ള ഉയർത്തിയായിരുന്നു പ്രതിഷേധം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ.എസ്.യു നേതാക്കളുടെ മത്സര സാധ്യത തള്ളാതെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ഇത്ര സീറ്റുകൾ വേണമെന്ന വാദം നേതൃത്വത്തോട് ഉന്നയിച്ചിട്ടില്ല. ലിസ്റ്റുകൾ നൽകിയെന്ന വാർത്ത തെറ്റാണ്. യുക്തമായ തീരുമാനം നേതൃത്വം എടുക്കുമെന്നാണ് വിശ്വാസമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ യുവജനയാത്രയുടെ ലോഗോ പ്രകാശനം നടന്നു. ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷ് നയിക്കുന്ന യുവജനയാത്രയുടെ ലോഗോ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ബി.വി. ശ്രീനിവാസ് പ്രകാശനം ചെയ്തു. എറണാകുളത്ത് സർക്കാരിനെതിരെ വേറിട്ട സമരവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പിണറായി സർക്കാരിന്റെ ശബരിമല വിരുദ്ധ നിലപാടുകൾക്കെതിരെ തെരുവുനാടകം നടത്തിയാണ് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് പനയപ്പള്ളി ചെറളാഴി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തൊഴിലുറപ്പ് വേതനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ കാവിലുംപാറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേന്ദ്രം പണം നൽകിയിട്ടും സംസ്ഥാന സർക്കാർ പണം നൽകാൻ വൈകിപ്പിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. നവസംരംഭകർക്കൊപ്പം കളമശ്ശേരി പദ്ധതി വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഒരു വീട്ടിൽ ഒരു സംരംഭം എന്നതാണ് നവസംരംഭകർക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പി രാജീവ് പറഞ്ഞു. തിരുവനന്തപുരം വാമനപുരം കല്ലറ പഞ്ചായത്തിലെ തണ്യം സ്റ്റേഡിയത്തിന്റെയും ആലന്തര നീന്തൽക്കുളത്തിന്റെയും ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. എല്ലാ പ്രായക്കാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് കായിക ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. കിഫ്ബി ഫണ്ട് ഏറ്റവും കൂടുതൽ വിനിയോഗിച്ചത് പശ്ചാത്തല വികസനത്തിനെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. നവീകരിച്ച പേഴുമൂട് കലമ്പാറ പരുത്തിപ്പള്ളി റോഡിന്റെയും കുറ്റിച്ചാൽ കോട്ടൂർ റോഡിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. അരുവിക്കര ജംഗ്ഷൻ വികസന നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വന്യജീവി ആക്രമണത്തിൽ നിന്ന് കർഷകരെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. കേരള യാത്രയ്ക്ക് പത്തനംതിട്ടയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കാന്തപുരം. കോഴിക്കോട് നടക്കുന്ന പാലിയേറ്റീവ് വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഗൃഹസന്ദർശനം, രോഗി ബന്ധു സംഗമം, മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ NGO-കളെ ആദരിക്കൽ എന്നിവ ജില്ലാതലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലും സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്കായി ഒഡീസി ദ്വിദിന നേതൃ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ധു പി. അൽഗുർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് 82 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സാമൂഹിക പ്രതിബദ്ധത പരിപാടികളുടെ ഭാഗമായി അദാനി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തി. RCCയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 100-ലേറെ പേർ പരിശോധനയിൽ പങ്കെടുത്തു.
യാത്രാ ദുരിതം അനുഭവിക്കുന്ന കോഴിക്കോട് കുറ്റ്യാടി മാനന്തവാടി റൂട്ടിൽ 12 KSRTC ബസ് സർവീസുകൾ അനുവദിക്കാൻ തീരുമാനമായതായി KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ MLA അറിയിച്ചു. KSRTC കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരായി നടത്തിയ പ്രത്യേക യോഗത്തിലാണ് സർവീസുകളിൽ ധാരണയായത്. നാഷണൽ ആയുഷ് മിഷൻ കോഴിക്കോട് ജില്ലാ ഹോമിയോ ഹോസ്പിറ്റൽ, കാലിക്കറ്റ് ബാർ അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ബോധവത്കരണ ക്ലാസും സ്ക്രീനിംഗും സംഘടിപ്പിച്ചു. ഈറ്റ് വെൽ, ആക്ട് വെൽ, സ്ലീപ് വെൽ, കെയർ വെൽ സന്ദേശത്തോടെയാണ് ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ജഡ്ജ് VS ബിന്ദുകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായി. ആദ്യ ദിനം പഞ്ച് ഗുസ്തി, ചെസ് മത്സരങ്ങളാണ് നടന്നത്. പഞ്ച് ഗുസ്തി മത്സരം ജില്ലാ പഞ്ചായത്ത് അംഗം അഞ്ജിത, ഷനൂബ്, സീന എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നവകേരള കർമ്മ പദ്ധതി ആർദ്രം മിഷന്റെ ഭാഗമായി സംസ്ഥാനത്ത് 87 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തന സജ്ജമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും അധികമായി ജീവനക്കാരെ നിയമിച്ചും ഘട്ടം ഘട്ടമായാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നത്. മലപ്പുറം കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ രണ്ടത്താണിയിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോർ സൂപ്പർ സ്റ്റോറായി ഉയർത്തി. ഭക്ഷ്യമന്ത്രി GR അനിൽ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. സപ്ലൈകോയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറുകളാക്കി ഉയർത്തുന്നതിനുമുള്ള നടപടികൾ തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. വെനസ്വേലയിലെ ജനങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പുരോഗമന കലാസാഹിത്യ സംഘം പേരൂർക്കട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. മേഖലാ സെക്രട്ടറി B സതീഷ് കുമാർ പരിപാടിയിൽ പങ്കെടുത്തു. കടലിന്റെയും കടൽ വിഭവങ്ങളുടെയും സുസ്ഥിര സംരക്ഷണം ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പ് സ്റ്റേറ്റ് ഫിഷറീസ് മാനേജ്മെന്റ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താനൂർ എളാരം ബീച്ചിൽ കടലോര നടത്തം സംഘടിപ്പിച്ചു. താനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ MP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ മുഹ്സിന അധ്യക്ഷത വഹിച്ചു. വിമുക്ത ഭട ദിനാചരണത്തിന്റെ ഭാഗമായി DSC സെന്റർ, ECHS ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ മലപ്പുറത്ത് സ്പർശ് ഔട്ട്റീച്ച് പ്രോഗ്രാം നടന്നു. സേനാ മെഡൽ ജേതാവായ റിട്ടയർഡ് കേണൽ SM ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാമി ശാശ്വതീകാനന്ദ സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് സമ്മാനിച്ചു. കേരള യാത്രയുടെ കായംകുളത്തെ സ്വീകരണ വേദിയിൽ വെച്ച് SNDP യോഗം മുൻ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ, മുൻ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് S ചന്ദ്രസേനൻ എന്നിവർ ചേർന്നാണ് പുരസ്കാരം സമ്മാനിച്ചത്. എറണാകുളം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ബോധവത്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പദ്ധതി. ബാലുശ്ശേരി കോട്ട വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെയും നർത്തകി ഉത്തര ഉണ്ണിയെയും ആദരിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഹരീഷ് XL പൊന്നാട അണിയിച്ച് ഉപഹാരങ്ങൾ കൈമാറി. പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂൾ ശതോത്തര രജത ജൂബിലി സമാപനോത്സവം ഈ മാസം 16, 17 തീയതികളിൽ നടക്കും. ജൂബിലി സമാപനോത്സവം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വന്യജീവി ഫോട്ടോഗ്രാഫറും പൂർവ്വ വിദ്യാർത്ഥിയുമായ NA നസീർ ദൃശ്യശ്രാവ്യ പരിപാടി അവതരിപ്പിക്കും. 11ാമത് പ്രസിഡന്റ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസൺ ഫൈനലും അഷ്ടമുടി കായലിൽ അരങ്ങേറി. ആയിരക്കണക്കിന് കാണികളെ സാക്ഷിയാക്കി പ്രസിഡന്റ് ട്രോഫി സ്വന്തമാക്കി നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ, വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ CBL കിരീടം കരസ്ഥമാക്കി. ICC ഏകദിന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് തിരിച്ചെത്തി വിരാട് കോഹ്ലി. പുതിയ റാങ്കിങ്ങിൽ 2ാം സ്ഥാനം മെച്ചപ്പെടുത്തി മുന്നേറ്റം. കോഹ്ലി ഏകദിന റാങ്കിങ്ങിൽ മുന്നിലെത്തുന്നത് 4 വർഷത്തിന് ശേഷം. രോഹിത് ശർമ്മ 3ാം സ്ഥാനത്ത്. ഗില്ലും ശ്രേയസും ആദ്യ 10ൽ തുടരും. രാജ്കോട്ട് ഏകദിനത്തിൽ ഇന്ത്യയെ 7 വിക്കറ്റിന് തോൽപ്പിച്ച് ന്യൂസിലാൻഡ്. KL രാഹുലിന്റെ സെഞ്ചുറിക്ക് ഡാരൽ മെച്ചലറിലൂടെ കിവീസിന്റെ മറുപടി. പരമ്പരയിൽ ഒപ്പമെത്തിയ ന്യൂസിലാൻഡ്. അവസാന മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ. കരിയറിൽ നിർണായക നാഴികക്കല്ല് പിന്നിട്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും 23 റൺസ് എടുത്ത കോഹ്ലി ന്യൂസിലൻഡിനെതിരെ ഏകദിനത്തിൽ ഏറ്റവും അധികം റൺസ് നേടിയ ഇന്ത്യൻ താരമെന്ന സച്ചിന്റെ റെക്കോർഡ് മറികടന്നു. 35 ഇന്നിംഗ്സിൽ 1773 റൺസാണ് കോഹ്ലിക്കുള്ളത്. മത്സരത്തിൽ 24 റൺസ് എടുത്ത രോഹിത് ശർമ്മ ഏഷ്യൻ മണ്ണിൽ 7000 റൺസ് എന്ന നാഴികക്കല്ലും പിന്നിട്ടു.
അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന് നാളെ തുടക്കം. ആദ്യ ദിനം ഇന്ത്യക്ക് അമേരിക്കയാണ് എതിരാളികൾ. ആയുഷ് മാത്രേ നയിക്കുന്ന ടീമിൽ 14-കാരൻ വൈഭവ് സൂര്യവംശി അടക്കം മികച്ച താരനിരയാണ് ഇന്ത്യക്കുള്ളത്. കഴിഞ്ഞ ലോകകപ്പിൽ ഓസ്ട്രേലിയയോട് ഫൈനലിലാണ് ഇന്ത്യ തോറ്റത്. കേരള ബ്ലാസ്റ്റേഴ്സ് ISL കളിക്കും. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവിക്കായി ഒന്നിച്ചു നിൽക്കുമെന്ന് സ്ഥിരീകരണം. പ്രതിരോധ താരം യുവാൻ റോഡ്രിഗസും ടീം വിട്ടു. ISL തുടങ്ങുക അടുത്ത മാസം 14-ന്. 2020 ലോകകപ്പിന് മുന്നോടിയായി പാകിസ്ഥാനിൽ പരമ്പര കളിക്കാൻ ഓസ്ട്രേലിയ. ഈ മാസം 29, 31 ഫെബ്രുവരി 1 തീയതികളിലായാണ് മത്സരങ്ങൾ. ഗദ്ദാഫി സ്റ്റേഡിയത്തിലായിരിക്കും എല്ലാ മത്സരങ്ങളും. ഫുട്ബോൾ ഇതിഹാസം ഇബ്രാഹിമോവിച്ചിന്റെ മകൻ മാക്സിമിലിയൻ ഡച്ച് ക്ലബായ അയാക്സിലേക്ക് AC മിലാനിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിലാണ് 19-കാരനായ താരം അയാക്സിലെത്തുന്നത്. ഇബ്രാഹിമോവിച്ചും നേരത്തെ അയാക്സ്, AC മിലാൻ ടീമുകളിൽ കളിച്ചിരുന്നു. മൈക്കേൽ കാരിക്കിനെ പരിശീലകനാക്കി പ്രീമിയർ ലീഗ് ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മുൻ താരവുമായി സീസണിലേക്ക് കരാർ ഒപ്പിട്ടു. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ സൂപ്പർ പോരാട്ടം ആദ്യ വെല്ലുവിളി. കാരിക് എത്തുന്നത് പുറത്താക്കിയ റൂബൻ അമോറിമിന് പകരം. ഫുട്സാലിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. മാലദ്വീപിനെ തകർത്ത് അന്താരാഷ്ട്ര തലത്തിലെ ആദ്യ ജയം സ്വന്തമാക്കി. 1-11 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. സാഫ് ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യയുടെ നേട്ടം. ഖുഷ്ബു സരോജ് 4 ഗോളുകൾ നേടി. തെരഞ്ഞെടുപ്പ് കൺസൾട്ടൻസിയായ ഐപാക്കിൽ ED നടത്തിയ റെയ്ഡിനെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നൽകിയ ഹർജി കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. റെയ്ഡിൽ TMCയുടെ ആഭ്യന്തര രേഖകളൊന്നും പിടിച്ചെടുത്തിട്ടില്ലെന്നും ED വാദം കോടതി അംഗീകരിച്ചു. ബംഗാളിലെ ഐപാക് റെയ്ഡ് മമതാ ബാനർജി തടസ്സപ്പെടുത്തിയെന്ന് EDയുടെ ആക്ഷേപം. വടക്കേന്ത്യയിലെയും തമിഴ്നാട്ടിലെയും സ്ത്രീകളെ താരതമ്യം ചെയ്തുള്ള DMK MP ദയാനിധി മാരന്റെ പരാമർശം വിവാദത്തിൽ. തമിഴ്നാട്ടിലെ സ്ത്രീകളോട് വിദ്യാഭ്യാസം നേടാൻ ആവശ്യപ്പെടുമ്പോൾ വടക്കേന്ത്യയിൽ അടുക്കളയിൽ ജോലി ചെയ്യാനും കുട്ടികളെ വളർത്താനാണ് ആവശ്യപ്പെടുന്നത് എന്നായിരുന്നു പരാമർശം. പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തി. കർണാടകയിൽ പട്ടത്തിന്റെ നൂല് കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. 48-കാരനായ സഞ്ജുകുമാർ ഒസമാനിയാണ് മരിച്ചത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സഞ്ജുകുമാറിന്റെ കഴുത്തിൽ പട്ടത്തിന്റെ നൂല് കുരുങ്ങി കഴുത്തു മുറിയുകയായിരുന്നു. ഉത്തരേന്ത്യയിൽ ശീതതരംഗം തുടരുന്നു. ഡൽഹി, കശ്മീർ, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ്. ഡൽഹിയിൽ 3.8 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില താഴ്ന്നു. രാജ്യ തലസ്ഥാനത്തെ വായു ഗുണനിലവാര സൂചിക മോശം വിഭാഗത്തിൽ തുടരുകയാണ്. ജമ്മുകാശ്മീരിൽ രജൌരി ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം 1-ലധികം ഡ്രോണുകൾ കണ്ടതായി റിപ്പോർട്ട്. ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനെ തുടർന്ന് സൈന്യം വെടിയുതിർത്തു. മേഖലയിൽ ശക്തമായ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തനം തുടങ്ങും മുൻപേ സൂപ്പർ ഹിറ്റായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ. എല്ലാവരും VIP-കൾ, ആർക്കും പ്രത്യേക പരിഗണനയില്ല. വെയിറ്റിംഗ് ലിസ്റ്റും പാസ് യാത്രകളുമില്ല. യാത്രക്കാരെ തുല്യരായി കാണുമെന്നും ആർക്കും പ്രത്യേക പരിഗണന നൽകില്ലെന്നും ഇന്ത്യൻ റെയിൽവേ വ്യക്തമാക്കി. കടിച്ച പാമ്പിനെ പോക്കറ്റിലിട്ട് ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയ യുവാവ്. സംഭവം ഉത്തർപ്രദേശിലെ മഥുരയിൽ. കടിച്ച പാമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പോക്കറ്റിൽ നിന്ന് പാമ്പിനെ പുറത്തെടുത്ത ഓട്ടോ ഡ്രൈവർ. ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും ആരോപണം. റഷ്യൻ നഗരമായ റോസ്തോവ് ഓൺ ഡോണിൽ യുക്രൈൻ നടത്തിയ ഡ്രോണാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഒരു കുട്ടി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റതായും റോസ്തോവ് ഗവർണർ യൂറി സ്ലൂസ അറിയിച്ചു. ആക്രമണത്തിൽ റോസ്തോവിലെ പാർപ്പിട സമുച്ചയത്തിലും വാണിജ്യ കെട്ടിടത്തിലും തീപിടുത്തമുണ്ടായതായാണ് റിപ്പോർട്ട്. റഷ്യ യുക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കവെ പുതിയ പ്രതിരോധ മന്ത്രിയെ നിയമിച്ച് യുക്രൈൻ പാർലമെന്റ്. സർക്കാരിന്റെ ഡിജിറ്റൽ നവീകരണ വിദഗ്ധൻ മിഖൈലോ ഫെഡോറോവിനെയാണ് നിയമിച്ചത്. രാജ്യത്തെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആയി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് 34-കാരനായ ഫെഡോറോവ്. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം വിടാൻ ചില ഉദ്യോഗസ്ഥർക്ക് US നിർദ്ദേശം നൽകിയെന്ന് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ US വ്യോമതാവളമാണ് ഖത്തറിലെ അൽ ഉദൈദ്. ഏകദേശം 10,000 അമേരിക്കൻ സൈനികരാണ് അൽ ഉദൈദിലുള്ളത്. കഴിഞ്ഞ ജൂണിൽ ഇറാനിൽ ബോംബിംഗ് നടത്തുന്നതിന് മുൻപും സമാനമായ ഉദ്യോഗസ്ഥരെ പിൻവലിച്ചിരുന്നു US. ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളെ സഹായിക്കാനായി US ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ സമീപ രാജ്യങ്ങളിലെ US സേനാ താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. സൗദി അറേബ്യ, UAE, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു.
ഇറാനിൽ ഉടൻ സൈനിക നടപടി വേണ്ടെന്ന് യുഎസിനോട് ഇസ്രയേലും അറബ് രാജ്യങ്ങളും ആവശ്യപ്പെട്ടെന്ന് സൂചന. ഇസ്ലാമിക ഭരണകൂടം കൂടുതൽ ദുർബലപ്പെടും വരെ കാത്തിരിക്കണമെന്ന നിർദ്ദേശമാണ് രാഷ്ട്രങ്ങൾ ട്രംപ് ഭരണകൂടത്തിന് മുന്നിൽ വെച്ചതെന്നാണ് NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ സൗഹൃദം സ്ഥാപിച്ച് തട്ടിക്കൊണ്ടുപോയി ഒരു കൂട്ടം ആളുകൾ പീഡിപ്പിച്ച 16-കാരിയെ രക്ഷിക്കാൻ ഒത്തുകൂടി 200ഓളം സിഖുകാർ. വെസ്റ്റ് ലണ്ടനിലെ ഹൗൺസ്ലോ പ്രദേശത്താണ് സംഭവം. പാകിസ്ഥാനിയായ ഒരാൾ പെൺകുട്ടിയെ വശത്താക്കി ഫ്ളാറ്റിൽ കൊണ്ടുപോയ ശേഷം 6 പേർ ചേർന്ന് പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. കാനഡയിൽ വൃദ്ധ ദമ്പതികളുടെ കൊലപാതകത്തിൽ ഇന്ത്യക്കാരായ 3 പേർക്കെതിരെ വിചാരണ ആരംഭിച്ചെന്ന് കനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2022-ലാണ് ദമ്പതികളായ ആർനോൾഡിനെയും ജോവൻ ഡി ജോങ്ങിനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുർകരൻ സിംഗ്, അഭിജീത് സിംഗ്, ഖുഷ്വീർ സിംഗ് എന്നീ ഇന്ത്യക്കാരാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തി. ഡിസംബർ 29-ന് ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് പുറപ്പെട്ട INSV കൗണ്ടന്യ പായ്ക്കപ്പൽ വിജയകരമായി മസ്കത്തിലെത്തി. കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് ഒമാൻ നാവികസേന സ്വീകരിച്ചത്. 5-ാം നൂറ്റാണ്ടിലെ പുരാതന തുന്നൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നിർമ്മാണമാണ് INSV കൗണ്ടന്യയുടേത്. കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ആശ്വാസമായി ഖത്തറിൽ പുതിയ പദ്ധതി. സ്വകാര്യ സ്കൂളുകളിലും കിൻഡർഗാർട്ടനുകളിലും അർഹരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കുറഞ്ഞ നിരക്കിലും സീറ്റുകൾ പ്രവേശനം നൽകുന്നതിനുള്ള അപേക്ഷകൾ ജനുവരി 20 മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ ട്യൂഷൻ അധ്യാപകർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി ഖത്തർ. വിദ്യാഭ്യാസ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായാണ് പുതിയ തീരുമാനം നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ 1-ാം ഘട്ടം നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദുബൈയിലെ സ്കൂൾ മേഖലകളിൽ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ RTയുടെ പുതിയ പദ്ധതി. സ്കൂൾ ബസ് പൂളിംഗ് പദ്ധതി ഈ വർഷം പകുതിയുടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. സ്കൂളുകളിലെ കുട്ടികൾക്ക് ഒരു ബസ് എന്ന രീതിയാണ് ലക്ഷ്യമിടുന്നത്. ദുബൈയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വൻ മുന്നേറ്റം. 2025 അവസാനത്തോടെ റിയൽ എസ്റ്റേറ്റ് മേഖല 20% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. സാമ്പത്തിക തകർച്ച ഉണ്ടാകുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ തെറ്റിച്ചാണ് മുന്നേറ്റം. കുവൈത്തിലെ ജനവാസ മേഖലകളിൽ നിന്ന് തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി അത്യാധുനിക സൗകര്യങ്ങളുള്ള ലേബർ സിറ്റികൾ സ്ഥാപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹ് പ്രഖ്യാപിച്ചു. നിലവിൽ ജലീബ് അൽ ഷുയൂഖ്, ഖൈത്താൻ തുടങ്ങിയ ജനവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളെ പൂർണ്ണമായും പുതിയ നഗരങ്ങളിലേക്ക് മാറ്റും. കുവൈത്തിൽ നടപ്പിലാക്കിയ പുതിയ മയക്കുമരുന്ന് വിരുദ്ധ നിയമം ഫലപ്രദമാകുന്നതായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ ഡ്രഗ് കൺട്രോൾ ഡയറക്ടർ ജനറൽ. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത മയക്കുമരുന്ന് കേസുകളുടെ എണ്ണത്തിൽ വൻ കുറവ്. സുരക്ഷാ പരിശോധനകളിലൂടെ കഴിഞ്ഞ വർഷം 3039 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഒമാനിൽ ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ കയറ്റുമതി നിരോധിക്കും. മാർച്ച് 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരും. ഔദ്യോഗിക സന്ദർശനത്തിനായി സെനഗൽ പ്രസിഡന്റ് ബാസിറോ ദിയോമായെ ഫായെ കുവൈത്തിലെത്തി. കുവൈത്ത് എമീറിന്റെയും സെനഗൽ പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകളും നടന്നു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയും ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കുവൈത്ത് സർക്കാരിന്റെ ഏകീകൃത ഡിജിറ്റൽ സേവന ആപ്ലിക്കേഷനായ സഹൽ ആപ്പിന് മികച്ച സേവന ആപ്ലിക്കേഷൻ പുരസ്കാരം ലഭിച്ചു. പബ്ലിക് റിലേഷൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പബ്ലിക് റിലേഷൻസ് കസ്റ്റമർ സർവീസിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കുവൈത്തിൽ വ്യാപകമായി പൊടിക്കാറ്റ് അനുഭവപ്പെട്ടു. ചിലയിടങ്ങളിൽ ചാറ്റൽ മഴ എത്തിയെങ്കിലും ശക്തിപ്പെട്ടില്ല. അതേസമയം രാജ്യത്തെ താപനിലയിൽ ഇടിവും തണുപ്പിൽ വർധനയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ഇന്ന് മുതൽ കൊടും തണുപ്പിന്റെ ഘട്ടമായ ഷബാത്ത് സീസൺ ആരംഭിച്ചതായും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. മസ്കറ്റിൽ നാഷണൽ ഡിറ്റർജന്റ് കമ്പനിയുടെ ഫ്ളാഗ്ഷിപ്പ് ബ്രാൻഡായ ബാഹർ സംഘടിപ്പിച്ച രാജ്യവ്യാപക പ്രൊമോഷൻ ക്യാമ്പയിൻ ബൈ ബാഹാർ ഓൺ യുവർ ഡ്രീം ഡിഫൻഡർ വിജയകരമായി സമാപിച്ചു. ഭാഗ്യശാലിയായ വിജയ് മുഹമ്മദ് മുബാറക് അൽ മുക്കൈനിക്ക് ആഡംബര വാഹനമായ ലാൻഡ് റോവർ ഡിഫൻഡർ കൈമാറി. കൂടാതെ 75 ഗ്രാൻഡ് പ്രൈസുകളും വിതരണം ചെയ്തു.
സൗദി അറേബ്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളമായ ഒട്ടകങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി റിപ്പോർട്ട്. നിലവിൽ 21 ലക്ഷത്തിലധികം ഒട്ടകങ്ങളാണ് സൗദിയിലുള്ളത്. ഇതോടെ അറബ് രാജ്യങ്ങളിൽ ഒട്ടകങ്ങളുടെ എണ്ണത്തിൽ സൗദി അറേബ്യ 1-ാം സ്ഥാനത്തെത്തി. ജലവിതരണം സുരക്ഷിതമാക്കാൻ നടപടിയുമായി സൗദി വാട്ടർ അതോറിറ്റി. നിയമലംഘനം നടത്തുന്ന ടാങ്കറുകൾക്കും അവയ്ക്കൊത്താശ ചെയ്യുന്ന ഫില്ലിംഗ് സ്റ്റേഷനുകൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. നിയമലംഘനം നടത്താൻ വ്യാപക പരിശോധന നടത്തും. സാമ്പത്തിക വർഷത്തിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ലാഭം 20,000 കോടി രൂപയിലേറെ. മുൻ സാമ്പത്തിക വർഷത്തെ 15,760 കോടി അപേക്ഷിച്ച് 27% വർധന രേഖപ്പെടുത്തി. 2,650 കോടി രൂപ അറ്റാദായം നേടിയ ICICI പ്രൂഡൻഷ്യൽ ആണ് മുന്നിൽ. ഇന്ത്യൻ SUV വിപണിയിലേക്ക് പുത്തൻ മോഡലുകൾ എത്തുന്നു. മഹീന്ദ്രയുടെ 2 പുതിയ പ്രീമിയം SUVകളാണ് കൊച്ചിയിൽ ലോഞ്ച് ചെയ്തത്. XUV 700ന്റെ പാരമ്പര്യം തുടരുന്ന XUV 7XO, XEV 9S എന്നീ മോഡലുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ഫ്ലിപ്കാർട്ട് റിപ്പബ്ലിക് ഡേ സെയിൽ ഈ മാസം 17 ആരംഭിക്കും. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പ് തുടങ്ങി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വമ്പൻ വിലക്കിഴിവാണ് ഉള്ളത്. എന്നാൽ സെയിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഏർലി ബേർഡ് ഡീലിലൂടെ ആപ്പിളിന്റെ ഏറ്റവും പുതിയ മോഡലായ iPhone 17 വൻ വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. സംസ്ഥാനത്ത് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. ഇന്ന് ഗ്രാമിന് 100 രൂപ കൂടി 13,165 രൂപയായി. പവൻ 800 രൂപ കൂടി. 1 പവൻ സ്വർണത്തിന് 1,05,320 രൂപയായി. ആഗോള വിപണിയിലും സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ആരോഗ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഹെൽത്ത് AIകളുമായി ടെക് കമ്പനികൾ. ഓപ്പൺ AI ChatGPT ഹെൽത്ത് പുറത്തിറക്കിയതിന് പിന്നാലെ ക്ലൗഡ് ഫോർ ഹെൽത്ത് കെയർ അവതരിപ്പിച്ച് ആന്ത്രോപിക്. സാധാരണക്കാർക്കും ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകൾക്കും ഒരുപോലെ വൈദ്യശാസ്ത്ര വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന AI സ്യൂട്ടാണിതെന്ന് ആമസോണിന് കീഴിലെ ആന്ത്രോപിക് അവകാശപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു പുഷപ്പ് വീഡിയോ. 30 പുഷപ്പുകൾ എടുത്താൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള കമ്മൽ സമ്മാനമായി ലഭിക്കുമെന്ന കടയുടമയുടെ ചലഞ്ച് ഏറ്റെടുത്ത് വിജയിച്ചത് കോഴിക്കോട് സ്വദേശിയായ വയോധികൻ. പ്രായത്തിന്റെ അവശതകളൊന്നും കാര്യമാക്കാതെ കഠിനമായ ഈ ചലഞ്ച് ഏറ്റെടുത്ത വയോധികനെ പ്രശംസിച്ച നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത്. നിവിൻ പോളിയെ നായകനാക്കി അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ബേബി ഗേളിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ജനുവരി 23 തിയേറ്ററുകളിലെത്തും. ചിത്രത്തിൽ നായികയായി എത്തുന്നത് ലിജോ മോളാണ്. പ്രഭാസ് നായകനായ പുതിയ ചിത്രം ദി രാജാ സാബ് 200 കോടി ക്ലബിൽ റിലീസ് ചെയ്ത് വെറും 4 ദിവസം കൊണ്ടാണ് ചിത്രം ഈ നേട്ടം കൈവരിച്ചത്. മാരുതി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം പീപ്പിൾ മീഡിയ ഫാക്ടറിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നസ്ലിൻ നായകനാകുന്ന പുതിയ ചിത്രം മോളിവുഡ് ടൈംസിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടു. മെയ് 15 ചിത്രം തിയേറ്ററുകളിലെത്തും. വിനീത് ശ്രീനിവാസനെ നായകനാക്കി മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഒരുക്കിയ അഭിനവ് സുന്ദർ നായകാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന വലതുവശത്തെ കള്ളന്റെ ട്രെയിലർ നാളെ വൈകിട്ട് 6-നെത്തും. മുറിവേറ്റൊരു ആത്മാവിന്റെ കുംഭസാരം എന്ന ടാഗ്ലൈനോടെ എത്തുന്ന ചിത്രത്തിന്റെ ടീസർ നേരത്തെ ശ്രദ്ധ നേടിയിരുന്നു. ചിത്രം ജനുവരി 30 തിയേറ്ററുകളിലെത്തും. അതിവേഗ വാർത്തകൾ പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.